ഏത് പാത്രമാണ് നമ്മുടെ വീട്ടിൽ ഏറ്റവും കൂടുതലുള്ളത്? അലൂമിനിയ പാത്രമാണ്. ഈ പ്രകൃതി ധാരണകൾ കിട്ടിയവർ മാത്രമേ പാത്രങ്ങളൊക്കെ മാറ്റിയിട്ടുള്ളൂ. ബാക്കിയുള്ളവർക്ക് വില കുറവാണ്, എടുത്തു പോക്കാനുള്ള ഭാരമൊന്നുമില്ല. ആദ്യമൊക്കെ എതിർത്താലും നല്ലതിലേക്ക് ആളുകൾ തനിയെ ഒഴുകി വരും. നമ്മൾ ഉറച്ചു നിന്നാൽ മതി. ആദ്യമൊക്കെ ഭയങ്കര പരിഹാസമായിരിക്കും. പുല്ലും വൈക്കോലും നിന്ന് മനുഷ്യൻ ജീവിക്കാൻ പറ്റുമോ? വായൊക്കെ രുചിയുള്ളത് വല്ലതും കഴിക്കണ്ടേ? ഇറച്ചിയും മുട്ടയൊക്കെ തിന്നാലേ ഊർജ്ജം ഉണ്ടാവുള്ളൂ, എണീറ്റ് നിൽക്കാൻ പറ്റുള്ളൂ. ഞാൻ ചായയും കാപ്പിയും നിർത്തിയപ്പോൾ എൻ്റെ അമ്മൂമ്മയ്ക്കുണ്ടായ ഒരു വേദന വളരെ സത്യസന്ധമായി. അമ്മൂമ്മയ്ക്ക് വലിയ സങ്കടമായിരുന്നു. എടാ, ചായയും കാപ്പിയും കുടിച്ചാലേ രാവിലെ എണീറ്റാൽ ഒരു ഉന്മേഷം ഉണ്ടാവുള്ളൂ. അനുഭവമാണ്. സ്റ്റീലിൽ ചോറ് വേണമെങ്കിൽ വയ്ക്കാം, ഇടിയപ്പമാവാം, ഇഡ്ഡലിയാവാം, പുട്ടുകുറ്റിയാവാം. പക്ഷേ കറികൾ, ഉപ്പ്, പുളി, മുളക് ഒരു കാരണവശാലും സ്റ്റീലുമായി മുട്ടാൻ പാടില്ല, സ്പർശിക്കാൻ പാടില്ല. ബ്രോമിയം, നിക്കൽ പോയിസൺ ഇളകും. സ്റ്റീൽ എന്ന് പറയുന്ന സാധനം ഇരുമ്പ് തന്നെയാണ്. ആ ബ്രോമിയം ട്രീറ്റ് ചെയ്ത് വരുന്നതാണ്. സ്റ്റീലിൽ തന്നെ നമ്മളിന്ന് ഉപയോഗിക്കുന്ന സ്റ്റീല് ആ കാണുമ്പോൾ മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് പറയുന്ന പോലെ മിന്നിയിരിക്കുന്നതാണ്. കുറച്ച് ദിവസം കിണറ്റിലൊരു ഗ്ലാസ് വീണ് കഴിഞ്ഞ് എടുക്കുമ്പോൾ ഗ്ലാസ്സിൽ തുരുമ്പുണ്ടോ? അത് സ്റ്റീലല്ല. 304 സ്റ്റീലിൻ്റെ നമ്പർ, 304. അതാണ് ഫുഡ് ഗ്രേഡ് സ്റ്റീല്. സർജറിക്ക് ഉപയോഗിക്കുന്ന സ്റ്റീലുണ്ട്, അത് 316 ആണ്, സർജിക്കൽ സ്റ്റീല്. അപ്പോൾ ഇതെല്ലാം ക്വാളിറ്റി ഉണ്ട്. ഇതൊന്നും നമുക്ക്, ഞാൻ 2-3 സ്റ്റീൽ കടയിൽ കയറി ചോദിച്ചു ഫുഡ് ഗ്രേഡ് സ്റ്റീല്. കടക്കാരൻ എൻ്റെ മുഖത്തേക്ക് അമ്പരന്ന് നോക്കി, എടുത്ത് തരാൻ നിൽക്കുന്നവനാണ്. ഇതെല്ലാം ഫുഡ് ഗ്രേഡാണ് സാറേ. ഞാൻ എൻ്റെ നമ്പർ എത്രയാണോ? നമുക്ക് എടുക്കാൻ അറിയാം. ഫുഡ് ഗ്രേഡിന് നല്ല കട്ടിയുണ്ടാവും, സർജിക്കലാണെങ്കിൽ കൂടുതൽ കട്ടിയുണ്ടാവും. ആ ഭാരം കൊണ്ട് തന്നെ നമുക്കത് ഏതാണ്ട് അറിയാൻ പറ്റും. അപ്പോൾ സ്റ്റീല് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഏതെടുത്താലും 50 രൂപ, 100 രൂപ. ഇതൊന്നും സ്റ്റീലല്ല, അതൊക്കെ തട്ടിപ്പ് സ്റ്റീലുകളാണ്. അതും ക്യാൻസറിലേക്ക് നമ്മളെ അടുപ്പിക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ നമ്മുടെ പാത്രം മൺപാത്രങ്ങളാണോ? മൺപാത്രം നമുക്കെപ്പോഴും കിട്ടുമോ? കിട്ടും. ഇനി കിട്ടിയില്ലെങ്കിൽ എന്തു ചെയ്യും? മൺപാത്രം ഇല്ലാതെ വന്നാൽ പിന്നെ ചെയ്യാവുന്നത് പൊൻപാത്രം എടുക്കാം. പൊന്നിൻ്റെ പാത്രം. മണ്ണുണ്ടെങ്കിൽ മണ്ണെടുക്കണം. പൊന്നിൻ്റെത് രണ്ടാമതേ വരുന്നുള്ളൂ എന്ന്. അത്രയും പ്രധാനപ്പെട്ടതാണ് പാചകത്തിന് മൺപാത്രങ്ങൾ. മൺപാത്രങ്ങൾ നമ്മൾ പാചകത്തിന് ഉപയോഗിക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമ്മുടെ നാട്ടിലെ മൺപാത്രം ഉണ്ടാക്കുന്ന ഏത് മുതലാളിയാ? അഡാനിയ, അംബാനിയ, ബിർളയ? നമ്മുടെ സാധാരണക്കാർ, അവർക്ക് 10 പൈസ അവരുടെ കയ്യിൽ കിട്ടും. ആ പൈസ അംബാനിയുടെ കീശയിൽ പോകണോ സാധാരണക്കാരുടെ കയ്യിൽ? നമ്മൾ എന്തു വാങ്ങുമ്പോഴും ഏറ്റവും ദരിദ്രരായ മനുഷ്യരിൽ നിന്ന് വാങ്ങിത്തുടങ്ങാൻ കഴിഞ്ഞാൽ വാങ്ങുന്നതൊരു ഉപകാരമാണ്, വാങ്ങുന്നതൊരു സാമൂഹ്യ സേവനമാണ്. ഏറ്റവും സാധാരണക്കാരൻ്റെ ഉൽപ്പന്നം ഉണ്ടെങ്കിൽ അത് വാങ്ങാനുള്ള കടമ നമുക്കുണ്ട്. നീ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണം. അയൽക്കാരനെ സ്നേഹിക്കുന്നത് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് സ്നേഹിക്കാൻ പോയാൽ അടി കിട്ടും. അവനുണ്ടാക്കുന്ന സാധനം അവൻ തയ്ക്കുന്നുണ്ടെങ്കിൽ തയ്ക്കാൻ അവിടെ കൊടുക്കുക, അവൻ എണ്ണയാട്ടുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് എണ്ണ വാങ്ങുക. ഇങ്ങനെ ഒരു വാങ്ങൽ ശൈലിയാണ് നമ്മൾ. ഇതാണ് ഗാന്ധി മാർഗത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യം. പെട്ടെന്നുണ്ടാകുന്ന അപകടങ്ങളിൽ, പെട്ടെന്നുണ്ടാകുന്ന അസ്വസ്ഥതകളിൽ മരുന്നുകൾ ഉപയോഗിക്കുന്നതിലൂടെയാണ് പലരും ആന്തരാവയവങ്ങളെ തകർത്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രകൃതി പ്രഥമ ചികിത്സകൾ എന്നുള്ള എൻ്റെ ഈ പുസ്തകം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുമെന്നുള്ള കാര്യം എനിക്കുറപ്പാണ്. തീപ്പൊള്ളലിൻ്റെ പ്രകൃതി ചികിത്സ. തീ പൊള്ളിയാൽ അതിൻ്റെ പാടുപോലും ഉണ്ടാവാത്ത രീതിയിൽ, കുമളയ്ക്കാത്ത രീതിയിൽ, പൊള്ളി എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത രീതിയിൽ അത്രയേറെ ലളിതമാണ്. അതുപോലെയുള്ള ലളിതമായ രീതികളാണ് 23 തരത്തിലുള്ള പ്രയാസങ്ങൾക്ക് ഈ പുസ്തകം നിങ്ങൾക്ക് നൽകുന്നത്. 9496044503 അതിലേക്കൊരു വാട്സപ്പ് മെസ്സേജ് നിങ്ങളുടെ അഡ്രസ് സഹിതം ഒന്ന് അയച്ചാൽ എൻ്റെ 14 പുസ്തകങ്ങൾ നിങ്ങൾക്ക് അതിലൂടെ വരുത്താൻ സാധിക്കും. ഇന്ന് തന്നെ
ഈ പുസ്തകത്തിന് ഓർഡർ നൽകണം. 250 രൂപയാണ് ഈ പുസ്തകത്തിൻ്റെ വില. ഗാന്ധി ജനകോടികൾ പട്ടിണി കിടന്നിരുന്ന ഒരു കാലഘട്ടമാണ്. അടിമയായിരുന്ന ഗാന്ധി ഒരു ഫണ്ടുമില്ല. ഒരു 1/4 അണ വില വരുന്ന തക്കളി എടുത്ത് കൊടുത്തിട്ട് നൂല് നൂറ്റോളാൻ പറഞ്ഞു. ആ നൂല് കൊണ്ട് വസ്ത്രം നെയ്ച്ച് ഗാന്ധിജി ആദ്യം പഠിച്ചതൊക്കെ മറന്നുപോയി മനുഷ്യൻ. ഗാന്ധിജി ആദ്യം പഠിച്ചെടുത്ത് കസ്തൂർബയെ പഠിപ്പിച്ച് അങ്ങനെയാണ് ഈ വസ്ത്രം നെയ്ത്ത് ഖാദി വീണ്ടും ഇന്ത്യയിൽ ഗാന്ധിജി കൊണ്ടുവരുന്നത്. അപ്പോൾ കോൺഗ്രസ്സുകാരോട് പറഞ്ഞു, ദാ പട്ടിണി കിടന്ന് മരിക്കുന്ന ഇന്ത്യയിലെ പാവപ്പെട്ടവരുണ്ടാക്കുന്ന വസ്ത്രമാണ്, ചാക്ക് പോലെ ഇരിക്കുകയാണ്. സായിപ്പ് അവിടെ നിന്ന് പളപളാ മിന്നണ വസ്ത്രമായിട്ട് വന്നിട്ടാണ് നമ്മുടെ വാങ്ങൽ ശൈലി തെറ്റിച്ചത്. ഇത് നിങ്ങൾ വാങ്ങുമ്പോൾ അവർക്ക് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള സമരത്തിൽ അവരെ നിങ്ങൾക്ക് വിളിക്കാൻ സാധിക്കും. അവകാശം അങ്ങനെ നാട്ടിൻപുറങ്ങളിൽ മുഴുവനും ഇത്തരത്തിലുള്ള കർമ്മ പദ്ധതികൾ നിറഞ്ഞു കഴിഞ്ഞത് കൊണ്ടാണ് സബർമതി ആശ്രമത്തിൽ നിന്ന് 72 പേരുമായിട്ട് മൂപ്പിൽ നിന്ന് നടന്നു കഴിഞ്ഞ് അർജുനൻ്റെ അമ്പ് എടുക്കുമ്പോഴൊന്നാണ്, തൊടുക്കുമ്പോൾ 10,000, 1,000, 10,000 മാറിയെന്ന് പറഞ്ഞ പോലെ ദാണ്ഡി കടപ്പുറത്തെത്തിയപ്പോൾ ആ കടപ്പുറത്തിന് ഇപ്പുറത്തൊരു കടൽ പോലെ മനുഷ്യൻ നിറഞ്ഞത് ഇത്തരം പ്രവർത്തികളിലൂടെ ജനകോടികൾക്ക് തൊഴിൽ, ആഹാരം കൊടുക്കാൻ ഗാന്ധിയൻ മൂവ്മെൻറ്റിന് നാട് മുഴുവൻ കഴിഞ്ഞത് കൊണ്ടാണ്. അങ്ങനെയാണ് ക്വിറ്റ് ഇന്ത്യ സമരമൊക്കെ വരുമ്പോൾ ഓരോ പ്രദേശവും നിന്ന് ജ്വലിക്കുകയാണ്. മനുഷ്യർ തോളോട് ചേർന്ന് വരിക സഹചര്യ പാട്ടും പാടി പോകുന്നൊരു അന്തരീക്ഷം വരുത്തിയത് ഈ ഉൽപ്പന്നങ്ങളിലൂടെയാണ്. അതുകൊണ്ടാണ് ഇവിടെ നടക്കുന്ന ഈ കൊട്ട വട്ടി നിങ്ങൾ ഈ പായൊക്കെ നെയ്യുമ്പോൾ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, പറ്റുന്നത് പോലെ സഹായിക്കണമെന്നുള്ളൊരു വിചാരം ഞങ്ങളുടെ ഉള്ളിലുള്ളത്. ഇതാണ് ഏറ്റവും അടിസ്ഥാനപരമായ രാഷ്ട്രീയ പ്രവർത്തനം, സാമ്പത്തിക പ്രവർത്തനം, സാമൂഹ്യ നവോത്ഥാനത്തിന് ഇന്ത്യയിൽ ഉപകാരപ്രദമായൊരു പ്രവർത്തനം ഇതാണെന്നുള്ളത് കൊണ്ടുകൂടിയാണ്. അപ്പോൾ അടുക്കള പാത്രങ്ങൾ നമുക്ക് ഏറ്റവും പറ്റിയ പാത്രങ്ങളാവണം. എത്ര നേരം വേവിക്കണം? അടുത്ത ചോദ്യം അതാണ്. നമുക്ക് എല്ലാം നന്നായിട്ട് വേകണം. പല വീട്ടിലും പോയി ഞാൻ ഇലക്കറി കഴിക്കാറുണ്ട്. ഇലക്കറിയാണെന്ന് തോന്നൂല്ല, ഒരു കറി, മസാലയൊക്കെ ഉണ്ട്, അതിൻ്റെ രുചിയുണ്ട്. എന്താണ് സാധനം അതിൽ, അത് മനസ്സിലാക്കാൻ പറ്റില്ല, അത് മനസ്സിലാവില്ല. ഒരിക്കലും അങ്ങനെ ഒരു സാധനവും പാചകം ചെയ്യരുത്. സകല വാദ്യങ്ങളും ചെണ്ടയ്ക്ക് കീഴേന്ന് പറയാറുണ്ട്. നിങ്ങൾ ഉപയോഗിക്കുന്ന പച്ചക്കറികളുടെ രുചിയായിരിക്കണം മുന്നിൽ നിൽക്കേണ്ടത്. ഉപ്പ് ചേർത്തിട്ടുണ്ടാവും, പുളിയുണ്ടാകും, ഉള്ളി ഉണ്ടാകും, അതെല്ലാം താഴെ നിൽക്കണം. അപ്പം നമ്മളീ പറയുന്ന പ്രകൃതി രീതിയിലേക്ക് ആഹാരം മാറിക്കഴിഞ്ഞാൽ അന്ന് തന്നെ വ്യത്യാസം നമ്മുടെ ശരീരത്തിന് മനസ്സിലാക്കാൻ സാധിക്കും. പിറ്റേ ദിവസം രാവിലെ മനസ്സിലാക്കാൻ സാധിക്കും. ഏതാനും ദിവസങ്ങൾ കൊണ്ട് ശരീരത്തിൽ പല ഭാഗത്തുള്ള നീർക്കെട്ട് മാറുന്നതും കഫക്കെട്ടില്ലാതെയാകുന്നതും അവിടെയൊക്കെ സന്ധികളിലുണ്ടായിരുന്ന വേദന ഇല്ലാതെയാകുന്നതും അങ്ങനെയുള്ള പലതരത്തിലുള്ള മെച്ചങ്ങളായിട്ട് ഈ പ്രകൃതി ഭക്ഷണ രീതിയിലേക്ക് വരുമ്പോൾ നമുക്ക് വ്യത്യാസം കിട്ടുന്നുണ്ട്. ഇപ്പോൾ വേവിക്കുന്നത് ഏറ്റവും കുറഞ്ഞ് സകലവാദ്യങ്ങളും ചെണ്ടയ്ക്ക് കീഴേ. പച്ചക്കറികൾക്കും രുചിയുണ്ട്. കാരണം മറ്റത് ഏത് കറി വെച്ചാലും മസാലയുടെ രുചിയാണ് രുചി. ഏതും ആയിക്കോട്ടെ, ഉരുളക്കിഴങ്ങാവട്ടെ, കോളിഫ്ലവർ ആവട്ടെ, ചീരയാവട്ടെ, എല്ലാം കൂടി ഇട്ട് വേവിച്ച് കുഴച്ച് കുറേ മസാലയിട്ട് അതിൻ്റെ രുചിയാണ് രുചി എന്നുള്ളതായിരുന്നു പച്ചക്കറിയുടെ രുചി. ഇപ്പോഴതല്ല, ഓരോ പച്ചക്കറിക്കും ഓരോ തരം രുചിയുണ്ടല്ലേ. മുരിങ്ങാക്കായുടെ രുചിയാണോ തക്കാളിയുടെ രുചി? ആ രുചിയാണോ കോവയ്ക്കയുടെ രുചി? പാവയ്ക്കയ്ക്ക് വേറൊരു രുചിയാണ്. നമ്മൾ പീച്ചിങ്ങയാണെങ്കിൽ മറ്റൊരു രുചിയാണ്. ആ പീച്ചിങ്ങയും അല്പം മഷ്റൂമും കൂടി ഇട്ട് കറി വെച്ചാൽ ആ രുചിയല്ല കോളിഫ്ലവറും പിന്നെ കൂട്ടുകൾ വരുമ്പോഴുള്ള രുചി വേറെയാണ്. രുചി വൈവിധ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിൻ്റെ അപ്പുറത്താണ്. ഇറച്ചിയും മീനും കഴിക്കുന്നവർക്ക് എന്ത് രുചിയുണ്ട്.
വിരലിലുണ്ടാവുന്ന ഒരു രുചിയുടെ ഉള്ളിൽ കുടുങ്ങിക്കിടക്കുകയാണ് അവർ. അതും ഇറച്ചി വേവിച്ച് തന്ന എത്ര പേര് തിന്നും? ഉപ്പും പുളിയും മുളകൊന്നും ഇല്ലാണ്ട് ഇറച്ചി അങ്ങോട്ട് വേവിച്ച് തന്നു, എത്ര പേര് തിന്നും? അയ്യേ, തിന്നില്ല. ഇറച്ചിയുടെ രുചിയല്ല നമ്മൾ ആസ്വദിക്കുന്നത്, മറിച്ച് മസാലയുടെ രുചിയാണ്. അതല്ലാത്തൊരു രുചിയാണ് പഴങ്ങൾക്കും പച്ചക്കറികൾക്കും എല്ലാം ഉള്ളത്. പഴങ്ങൾ നിങ്ങൾക്ക് കറി വയ്ക്കാം, പഴങ്ങൾ നേരെ കഴിക്കണം. കറി വെച്ച് പാചകം ചെയ്യുന്നത് അത്ര നല്ലതല്ല. പക്ഷെ എന്നാൽ പോലും വല്ല കാലത്തുമൊക്കെ എത്രയോ തരത്തിൽ പഴങ്ങൾ കൊണ്ട് കറി ഉണ്ടാക്കാം. മാമ്പഴ പുളിശ്ശേരി മലബാറിൻ്റെ ഒരു അല്ലേ പ്രത്യേക വിഭവമാണ്. മാമ്പഴ പുളിശ്ശേരി. ഏത്തപ്പഴം കൊണ്ട് പുളിശ്ശേരി ഉണ്ടാക്കും. എന്തെല്ലാം തരത്തിലുള്ള വൈവിധ്യമാർന്ന പാചക രീതികൾ നമുക്കുണ്ട്. അതിൽ എല്ലാ രുചികളും ഉപ്പ് പുളി മുളക് എല്ലാം മിനിമം ആക്കണം. വേവിക്കുന്നത് ഏറ്റവും കുറയ്ക്കണം. ഈ പച്ചയ്ക്കൊരു സാധനം വായിൽ വെക്കാത്തൊരു വർഗം ഭൂമിയിലുണ്ടെങ്കിൽ അത് മലയാളിയാണ്. ഒരു സാധനം പച്ചക്ക് തിന്നുകയല്ല, എല്ലാം വേവിച്ചേ തിന്നുള്ളൂ. വേവിച്ചത് പച്ചവെള്ളം പോലും വേവിച്ച് കുടിക്കുന്നവനാണ് മലയാളി. ലോകത്തെവിടെയെങ്കിലും പച്ചവെള്ളം വേവിച്ച് തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കണം വർഗത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? തമിഴ്നാട്ടിൽ പോയാൽ തിളപ്പിച്ചാറ്റിയ വെള്ളമാണോ? ഉത്തരേന്ത്യയിൽ എവിടെ പോയാലും ഏത് വീട്ടിൽ ചെന്നാലും ആദ്യം പച്ചവെള്ളം, ഏത് ഹോട്ടലിൽ പോയാലും ആദ്യം പച്ചവെള്ളം. എന്നിട്ട് അവരൊക്കെ മഞ്ഞച്ചു പോയോ? പച്ചവെള്ളം കുടിച്ച് മഞ്ഞപ്പിത്തം പിടിച്ചിട്ട്. നമ്മളെക്കാൾ കൂടുതൽ ആരോഗ്യം അവർക്കെല്ലാം ഉണ്ട്. നമുക്ക് വേവിക്കാതെ ഒരു സാധനം ഉണ്ട്. നമ്മുടെ എന്തൊക്കെയാണ് നമുക്ക് വേവിക്കാറുള്ളത്? ചമ്മന്തി, പച്ചടി. പക്ഷെ അതൊന്നും സാധാരണ വീടുകളിൽ ഇല്ലാതെ ഓണത്തിനുണ്ടെങ്കിൽ ഉണ്ട്. ആ ചമ്മന്തികളെ നമുക്ക് തിരിച്ചു കൊണ്ടുവരണം. പച്ചയ്ക്ക് എടുത്ത് തിന്നൽ പലപ്പോഴും പുറകിലാണ് നമ്മൾ. പക്ഷെ ക്യാരറ്റ് വീട്ടിൽ പച്ചയ്ക്ക് ഉണ്ടാവണേ സകല കുട്ടികളും ഇപ്പോൾ കണ്ണടയം വെച്ച് നടക്കുക. ചെറുപ്പം തുടങ്ങി തന്നെ വീട്ടിൽ ക്യാരറ്റ് ജ്യൂസ്, ക്യാരറ്റ് ചേർത്ത ചമ്മന്തി. എന്താ ചമ്മന്തിയിൽ ക്യാരറ്റ് ചേർത്ത ചമ്മന്തി വഴക്കിട്ട് പോവുമോ? ക്യാരറ്റാണോ ചേർത്തേക്കണേ? എന്നിൽ ക്യാരറ്റ് ചേർക്കാം, നെല്ലിക്ക, കറിവേപ്പില, മാങ്ങ, ഇഞ്ചി, എന്തെല്ലാം സാധനങ്ങൾ ചേർത്ത് ഏത് ചീരയും നിങ്ങൾക്ക് ചമ്മന്തിക്ക് ചേർക്കാം. ഇടയ്ക്ക് വല്ലപ്പോഴും അല്പം മുരിങ്ങയില ചേർക്കാം. മുരിങ്ങയില അധികം സ്നേഹിക്കണ്ട, അധികം കഴിക്കണ്ട. സൂക്ഷിച്ച് ആഴ്ചയിൽ ഒന്നോ ചെറിയ അളവിലേ പാടുള്ളൂ. പക്ഷെ കണ്ണിന് വളരെ നല്ലതാണ് ഇഷ്ടം. കണ്ണിൻ്റെ മിക്കവാറും തകരാറുകൾക്ക് 50 ഇല രാവിലെ എടുത്ത് ഭക്ഷണത്തോടൊപ്പം പച്ചയ്ക്ക് കഴിക്കുന്നത് 6 മാസമൊക്കെ കഴിച്ചാൽ ഒരുവിധമുള്ള കണ്ണൊക്കെ നേരെയാവും. ഇലക്കറികളെല്ലാം നല്ലത് തന്നെയാണ് പച്ചയ്ക്ക്. അപ്പോൾ നമ്മുടെ ഭക്ഷണത്തിൽ വിളമ്പുമ്പോൾ പാചകം ചെയ്താൽ 2 മണിക്കൂറിനുള്ളിൽ വിളമ്പി കഴിച്ചിരിക്കണം. ഇതാണ് നമ്മൾ തെറ്റിക്കുന്ന ആഹാര നിയമങ്ങളിൽ വളരെ ഗുരുതരമായ ഒന്ന്. നമ്മൾ കാലത്തെ വെച്ചാൽ ഉച്ചയ്ക്കും വിളമ്പും, വൈകിട്ടും വിളമ്പും. പിറ്റേ ദിവസമാണെങ്കിൽ നമ്മളൊന്ന് ചൂടാക്കിയിട്ട് 50 മുരിങ്ങയില എടുക്കുക. അത് ചെറിയ ചെറിയ ഇലയല്ലേ, രാവിലെ കഴിക്കുന്ന ഭക്ഷണത്തോടൊപ്പം ഒന്നിച്ച് കഴിച്ചോളുക. മുരിങ്ങക്കായ നമ്മുടെ ശരിയായ ഒരു ആഹാരമാണ്. അത് ടോക്സിക് ഇഫക്റ്റിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അത് സൂക്ഷിക്കണം. വല്ല കാലത്തും നമ്മൾ ഇതെല്ലാം പറയുമ്പോഴും ഒരു കാര്യവും കൂടിയുണ്ട്. എല്ലാ പഴവും എല്ലാവർക്കും ചേർന്നൊന്നും വരില്ല, എല്ലാ പച്ചക്കറികളും എല്ലാവർക്കും യോജിച്ചു എന്ന് വരില്ല. ചിലർക്ക് ഉരുളക്കിഴങ്ങ് കഴിച്ചാൽ അപ്പം തുടങ്ങും ഗ്യാസിൻ്റെ പ്രശ്നം, ചിലർക്ക് ഉരുളക്കിഴങ്ങ് ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത്. ചിലർക്കത് മുരിങ്ങയായിരിക്കും, ചിലർക്ക് ഓറഞ്ചാണ് പറ്റാത്തത്, ചിലർക്ക് ഗോതമ്പാണ് പറ്റാത്തത്. മില്ലറ്റ്സ് ഏറ്റവും നല്ലതാണ്, കഴിക്കണം. മില്ലറ്റ്സിലേക്ക് മാറണം. മില്ലറ്റ്സ് എല്ലാവർക്കും യോജിക്കണമെന്ന് നിർബന്ധമില്ല. ചിലർക്ക് മില്ലറ്റ്സ് കഴിച്ചാൽ പ്രശ്നം, ചിലർക്ക് റാഗി കഴിച്ചാൽ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ കഴിക്കുന്നൊരു ഭക്ഷണം നമ്മുടെ ഉള്ളിൽ നന്നാകുന്നില്ല, പ്രകൃതിക്കാർ നല്ലതാണെന്നൊക്കെ പറഞ്ഞതാണ് എന്ന് കരുതി നമ്മുടെ വയറ് സ്വീകരിക്കണമെന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ അപ്പോഴത്തെ ആരോഗ്യാവസ്ഥയിൽ യോജിക്കണമെന്നില്ല. അപ്പോൾ എന്ത് ചെയ്യണം? അത് കഴിക്കാതിരിക്കണം. ഏതൊരു സാധനം കഴിച്ചിട്ട് സുഖമുണ്ടോ അത് നമ്മുടെ ഭക്ഷണം.